ദൃശ്യം 3 നമ്മൾ സിനിമയെക്കുറിച്ചിട്ടുള്ള നമ്മളുടെ ഒപ്പീനിയൻ നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും ഈ തള്ളുവണ്ടിയുമായിട്ട് തള്ളുകുട്ടന്മാരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ. പാട്രിയോട്ട് എന്ന സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത സമയത്ത് ആ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള സാധാരണ ഓഡിയൻസ് പറഞ്ഞ റെസ്പോൺസും ഒരു നടൻ്റെ ഫാൻസുകാർ ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള നെഗറ്റീവ് റെസ്പോൺസും ഇവിടുത്തെ തലയ്ക്കകത്ത് ബോധമുള്ള എല്ലാവരും കണ്ടു കാണും അല്ലേ. ഒരു സിനിമയായിട്ട് പോലും കാണാൻ പറ്റാത്ത ഈ മരവാഴകൾ വന്നിട്ട് ഇപ്പോൾ ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ എന്തോ മഹാസംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് അങ്ങോട്ട് ചിലക്കുന്നത്. അപ്പോൾ ഇതിനൊരു മറുപടി നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അല്ലേ. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് കേരളത്തിൽ നിന്ന് മാത്രം സിനിമ നേടിയിരിക്കുന്നത് ഏതാണ്ട് 9 കോടിയാണെന്നാണ് പറയുന്നത്. പല ട്രാക്കേഴ്സും പല റിപ്പോർട്ടുകളാണ് കൊടുക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം ഈ സിനിമ ഏതാണ്ട് 15 കോടി രൂപ നേടിയെന്നും വേൾഡ് വൈഡ് ആയിട്ട് ചിലർ പറയുന്നത് 39 കോടി നേടിയെന്ന് പറയുന്നു, ചിലർ 49 കോടി നേടിയെന്ന് പറയുന്നുണ്ട്. ഒരു ഇച്ചിരി കൂടെ അങ്ങോട്ട് തള്ളുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ 50 കോടി എന്ന ആ മിന്നുന്ന ആ ഒരു റെക്കോർഡ് കൂടെ ഈ ഒരു സിനിമയ്ക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും സിനിമ 300 കോടി ക്ലബിൽ എത്തും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നും നിങ്ങൾക്ക് വേണ്ട. അത് കയറിയില്ലെങ്കിൽ അവർക്ക് കയറ്റാൻ നന്നായിട്ട് അറിയാം. അപ്പം ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള സാധാരണ നോർമൽ ഓഡിയൻസ് പറഞ്ഞിട്ടുള്ള റെസ്പോൺസ് നിങ്ങൾ കേട്ടതാണ് അല്ലേ. അതായത് 1നെയും 2വിനെയും കടത്തി വെട്ടാനായിട്ടുള്ള ഒരു പുല്ലും ഈ സിനിമയ്ക്കകത്തില്ല. ഒരു സാധാരണ സിനിമ, ഒരു നോർമൽ സിനിമ, പക്ഷേ വലിയ മോശമല്ല, വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ എൻ്റെ റിവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സിനിമ നമുക്ക് ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാം. ലാഗ് നന്നായിട്ട് സിനിമ ഫീൽ ചെയ്യുന്നുണ്ട്. 1ൻ്റെ ട്വിസ്റ്റോ അല്ലെങ്കിൽ 1ൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ത്രില്ലിങ്ങോ ഒന്നും നമുക്ക് ഈ 3യിൽ കിട്ടത്തില്ല. കാരണം 1നും 2വിൻ്റെയും 7 അയലത്ത് പോലും ഈ സിനിമ എത്തത്തില്ല എന്നുള്ളത് അത് സിനിമയെ കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അവരെല്ലാം അതിൻ്റെ റെസ്പോൺസും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സിനിമ വിജയിക്കാതിരിക്കുമോ അത് പ്രേക്ഷകരാണ് ഏറ്റെടുക്കേണ്ടത്. സിനിമ കണ്ടിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ അത് ഏറ്റെടുക്കും, സിനിമ വിജയിക്കും. പക്ഷെ ഇവന്മാരുടെ തള്ളിനൊരു കുറവില്ല കേട്ടോ. ഒരുത്തൻ്റെ ഒരു രോധനം നമുക്കൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഇന്ന് ദൃശ്യം ഇറങ്ങിയതിനു ശേഷം നല്ല റെസ്പോൺസ് വന്നു. ഒരുപാട് ആളുകൾ ആ സിനിമയ്ക്ക് നല്ല റിവ്യൂസ് ഇടുന്നു. മീഡിയയിലാണെങ്കിലും എല്ലാം നല്ല റിപ്പോർട്ട് വരുന്നു. ഇങ്ങനെ ഫേസ്ബുക്കിൽ നല്ല അഭിപ്രായം പറയുന്ന പോസ്റ്റുകൾക്ക് അല്ലെങ്കിൽ നല്ല അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന മീഡിയ ലിങ്കിലൊക്കെ ഓട്ടോ റിയാക്ഷൻസ് കയറ്റി നിർവൃതി അടയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവർ മോഹൻലാൽ വിരോധികളാണ്, അതല്ലെങ്കിൽ ഒരു പ്രത്യേക നടന്റെ ഫാൻസ് ആണ് എന്നും പറയാം. അങ്ങനെ ആ നടന്റെ പേര് ചേർത്ത് പറയുന്നില്ല എങ്കിൽ മോഹൻലാൽ വിരോധികളാണെന്ന് ഒരു സംശയമില്ലാതെ പറയാം. ഈ ആളുകൾ സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തുണ്ടായിരുന്നു ഒരു കാലം. ഒടിയൻ റിലീസ് ചെയ്ത സമയം പലർക്കും ഓർമ്മയുണ്ട്. നീ ആണാണെങ്കിൽ ആ പ്രത്യേക നടന്റെ ഫാൻസ് ആരാണെന്ന് കൂടെ നീ ഒന്ന് പറയണം. കാരണം നീ ആൺകുട്ടിയാണെങ്കിൽ നീ അത് പറയണം. അത് പറയണമെന്നുണ്ടെങ്കിൽ മറ്റേതിന് ഉറപ്പ് വേണം. ഇവൻ ഉദ്ദേശിച്ച ആരാണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം. മമ്മൂക്ക എന്ന് പറയുന്ന നടന്റെ ഫാൻസുകാരാണ് ഈ സിനിമയെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയെന്നാണ് ഈ വേട്ടാവളിയൻ പറഞ്ഞു വരുന്നത്. എന്നാൽ പാട്രിയോട്ട് എന്ന സിനിമയിൽ 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്കായും ലാലേട്ടനും ഒരുമിച്ച് അഭിനയിച്ച ആ ഒരു സിനിമയിൽ രണ്ടുപേരുടെയും പ്രകടനം കണ്ട് തിരിച്ചിറങ്ങിയിട്ടുള്ള ഏതെങ്കിലും മമ്മൂട്ടിയുടെ ഫാൻസുകാർ മോഹൻലാലിന്റെ പെർഫോമൻസ് മോശമായിരുന്നു അല്ലെങ്കിൽ ഈ സിനിമ കൊള്ളത്തില്ല എന്ന് എവിടെയെങ്കിലും പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ആ സിനിമ ഡീഗ്രേഡ് ചെയ്തത് മുഴുവൻ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരഞ്ഞ് മെഴുകിയത് മുഴുവൻ ഈ മോഹൻലാൽ ഫാൻസുകാർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലാലേട്ടന് തന്നെ അപമാനമാണ് ഈ വൃത്തികെട്ട ഫാൻസ് എന്നുള്ളത്. അപ്പം ഇവന്റെ രോധനം തീർന്നിട്ടില്ല കേട്ടോ. ആ സിനിമ റിലീസ് ചെയ്ത് ആ സിനിമയ്ക്ക് മോശം പ്രതികരണം മെജോറിറ്റി പറഞ്ഞ സമയത്ത് പായസം വിതരണം നടത്തുക, അതുപോലെ ആ സിനിമയുടെ പോസ്റ്ററിൽ മോഹൻലാൽ ചെരുപ്പുമാല ഇടുക, അതുപോലെ മിഠായി വിതരണം നടത്തുക, ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തിട്ട് നിർവൃതി അടയുക. ഇവർ സിനിമ ആരാധകരൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു സിനിമ നടന്റെയും യഥാർത്ഥ ആരാധകരെ കാണാനും കഴിയില്ല. ഈ കൂട്ടർക്ക് ഒരു സിനിമ എങ്ങനെ ഇല്ലാതാക്കാം? ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് മോഹൻലാലിന്റെ സിനിമയാണ്. മോഹൻലാലിനോടുള്ള വ്യക്തിവിരോധം. മറ്റൊരു സിനിമ പരാജയപ്പെടുമ്പോഴും ഈ കൂട്ടർക്ക് ഇത്തരത്തെ കുത്തിക്കഴപ്പില്ല. ഇപ്പോ ദൃശ്യം 3ക്ക് നല്ല പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ സൂക്കേട് മൂത്തിട്ട് കുറെ ഓട്ടോ റിയാക്ഷൻസ് പരിപാടി ഇറങ്ങിയിട്ടുണ്ട്. നല്ല റിവ്യൂസ് പോസ്റ്റ് ചെയ്ത വീഡിയോ ലിങ്കിന് താഴേക്ക് പോയത് ഇത് തന്നെ പരിപാടി. ഈ പരിപാടി ചെയ്യുന്നത് വളരെ കുറച്ച് വിഭാഗം ആൾക്കാരാണ്. ഇതിൽ ഇവർക്ക് ഒരു തരം സന്തോഷമാണ്. അതായത് അത്രയേറെ വൃത്തികെട്ട മൈൻഡുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ പരിപാടി ചെയ്യാൻ പറ്റുക. ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, മോഹൻലാലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നതല്ല. അത് ഒരുപാട് വട്ടം തെളിയിച്ചതാണ്. ഇപ്പോഴിറങ്ങിയ ദൃശ്യത്തെ അത് ഒട്ടും ബാധിക്കില്ല. കാരണം അത് ദൃശ്യമാണ് എന്നുള്ളതുകൊണ്ടും ഭൂരിഭാഗം പ്രേക്ഷകർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ടും ഇതൊന്നും ബാധിക്കുന്നതല്ല. പക്ഷെ നിങ്ങളുടെ ഈ വൃത്തികെട്ട മൈൻഡ് ഒരു സിനിമയ്ക്കും നല്ലതല്ല ചെയ്യുന്നത്. ആർക്കും ഉപകാരമില്ലാത്ത ഇങ്ങനത്തെ ഒരു പരിപാടി സ്വന്തമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ഇതിൽ നേട്ടമുണ്ടോ? ഇല്ല. ഒരു ആത്മനിർവൃത്തി മാത്രമാണ്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നിനെ ആരെങ്കിലും നല്ലത് പറഞ്ഞാൽ
അത് ഒരു തരത്തിലും അംഗീകരിച്ച് കൊടുക്കില്ല എന്ന തരത്തിലുള്ള ഒരു മൈൻഡ്, അത് വല്ലാത്ത ഒന്നാണ്. അത് ജന്മന ഉള്ള സുഖടാണ് എന്ന് പറയേണ്ടത്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഏതായാലും ഈ കൂട്ടരെ നിങ്ങൾ തിരിച്ചറിയുക. ഇവരോട് പറയാനുള്ളത്, ഇത് മോഹൻലാലിനെയോ അദ്ദേഹത്തിന്റെ സിനിമയോ ഒന്നും ബാധിക്കുന്നതല്ല, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും ബാധിക്കുന്ന കാര്യമൊന്നും അല്ലാതെ. പക്ഷെ ഇതൊരു വൃത്തികെട്ട പരിപാടിയാണ്, ഒരു തരംതാണ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി 4 വാക്ക് പറയണമെന്ന് തോന്നി. പലരുടെയും പോസ്റ്റർക്ക് റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ്, ഒരു 10 ആൾക്കാർ, അങ്ങനെയുള്ള ഒരു മൈൻഡുള്ള കുറച്ച് ആൾക്കാർ മാത്രം. ഇതൊരു നടന്റെ പേര് ചേർത്ത് പറയുന്നത് ശരിയല്ല എന്നുള്ളത് അവരെ നമ്മൾ അങ്ങനെ ബ്രാക്കറ്റ് ചെയ്ത് ആ നടന്റെ ഫാൻസ് ആണ് എന്നൊന്നും പറയേണ്ടതില്ല. ഇവരെല്ലാവരും ഒറ്റപ്പെടുത്തേണ്ടതാണ്. ഒരു നടന്റെയും ഫാൻസ് അല്ല ഇവർക്ക് ഈ വ്യക്തിവിരോധം മാത്രമേ ഉള്ളൂ. ഇമ്മാതിരി 4 കിട തോന്നിവാസ പരിപാടി ചെയ്യാൻ ഈ കൂട്ടർക്കേ കഴിയുള്ളൂ. അപ്പൊ കേട്ടല്ലോ അല്ലേ, ഒരു ലാലേട്ടൻ ഭക്തന്റെ രോധനമാണ് നിങ്ങൾ കേട്ടത്. അതായത് ഇദ്ദേഹത്തിന്റെ സിനിമ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു വൃത്തികെട്ട കൂട്ടം, അത് ഈ ഒടിയൻ സിനിമ ഇറങ്ങിയ സമയത്ത് ചെരുപ്പുമാല തൂക്കി പായസം വിതരണം ചെയ്ത് അങ്ങനെ ഒരു സംഭവം എവിടെയും കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഫാൻ ഫൈറ്റ് ഒക്കെ നമ്മൾ പുറത്ത് ചെയ്യാറുണ്ട്. സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും, മോശമാണെങ്കിൽ മോശമെന്ന് തന്നെ പറയും. ഇപ്പം ഒരു നടന്റെ ഫാൻസുകാർ വന്നിട്ട് ഈ സിനിമ മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് 3 കോടിയിൽ വരുന്ന ജനങ്ങൾ ആ സിനിമയെ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? അപ്പം ഒരു സിനിമ അത് കൊള്ളില്ലാന്ന് ലാലേട്ടന്റെ പല ഫാൻസുകാരും പബ്ലിക്കായിട്ടും ലാലേട്ടന്റെ ഏറ്റവും വലിയ ആരാധകനായിട്ടുള്ള റിവ്യൂ ചെയ്യുന്ന ആളുകൾ അടക്കം വന്നിട്ട് ഈ സിനിമയെ മോശമായിട്ട് പറഞ്ഞു. ലാലേട്ടൻ്റെ മരക്കാർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴും, ബാറോസ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴും, ബബ്ബബ്ബ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോഴും ആ സിനിമകൾക്കൊക്കെ നെഗറ്റീവ് റിവ്യൂ വന്നപ്പോഴത്തേക്ക് ഈ പറയുന്ന കരച്ചിലും രോധനവും ഒന്നും കണ്ടില്ലായിരുന്നല്ലോ. ഈ സിനിമ ദൃശ്യം 3 എന്ന് പറയുന്ന ഈ ഒരു സിനിമ അത്ര വലിയൊരു മഹാസംഭവമല്ല എന്ന് മാത്രമേ ഇവിടുത്തെ ആളുകൾ പറയുന്നത്. കാരണം നീയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കരഞ്ഞ് മെഴുകുന്ന കാണുമ്പോഴത്തേക്കാണ് ഇത് ആരെങ്കിലുമൊക്കെ വന്നിട്ട് കമന്റ് ഇടുന്നത്. അപ്പോൾ അത്രയും വലിയൊരു മഹാസംഭവമല്ല. പടം എന്തായാലും വളരെ തെറ്റില്ല, മോശമല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൃശ്യം 1നെയും 2നെയും കടത്തി വെട്ടുന്ന ഒരു സിനിമ അല്ല. അതിൻ്റെ ഏറ്റവും താഴത്തെ ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമ. ഇതിനകത്ത് വലിയ പറയത്തക്ക എന്താ പറയുക ക്ലൈമാക്സ് ട്വിസ്റ്റ് സംഭവങ്ങളോ ഒന്നും ഈ സിനിമയ്ക്കകത്തില്ല. ഒരു നോർമൽ സിനിമ എന്ന് മാത്രമുള്ള ഒരു അഭിപ്രായം മാത്രമേ ഇവിടുത്തെ പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിന്റെ കുത്തിക്കടി തീർക്കാൻ വേണ്ടി ഈ മറ്റുള്ള നടന്മാരുടെ ഫാൻസുകാരുടെ നെഞ്ചത്തും ആ നടന്റെ നെഞ്ചത്തും കയറുന്ന ഈ കടിയില്ലേ, ആ കടിക്ക് പപ്പരയ്ക്ക ഉണ്ടല്ലോ, പച്ച പപ്പരയ്ക്ക, അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നന്നായിട്ട് അത് വെട്ടി തിളക്കുമ്പോഴത്തേക്ക് ചൂട് പോകാതെ നിന്റെ അണ്ണാക്കിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ കടി അങ്ങ് തീരും മാത്രമേ എനിക്കിതിനകത്ത് പറയാനുള്ളൂ. അപ്പം അടുത്ത ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.